പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവ പ്രത്യാശ പ്രതികൂലങ്ങളെ ജയിക്കും. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം 20-22 വാക്യങ്ങൾ. 20-ാം വാക്യം ഇങ്ങനെയാണ്: വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചും കൊണ്ട് ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. 22-ാമത്തെ വാക്യം: എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെ പ്രാണനും ഹാനി വരികയില്ല. ഈ അപ്പോസ്തലപ്രവൃത്തി എഴുതിയിരിക്കുന്നത് വൈദ്യനായ ലൂക്കോസാണ്. ജാതിയിൽ നിന്നും രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭക്തനാണ് വൈദ്യനായ ലൂക്കോസ്. പൗലോസ് ലൂക്കോസിനെ വിളിക്കുന്നത് വൈദ്യനായ ലൂക്കോസ് എന്നാണ്. അതുമാത്രമല്ല, പൗലോസിന്റെ മിഷൻ പീഡ് യാത്രകളിൽ ഈ ലൂക്കോസ് തൻ്റെ യാത്രകളിൽ നിരന്തരം തന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വൈദ്യനായ ലൂക്കോസ്. ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തലപ്രവൃത്തിയും ഈ ദൈവഭക്തനാണ് എഴുതിയിരിക്കുന്നത്. 27-ാം അധ്യായത്തിന്റെ സംഭവം അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു കപ്പൽ യാത്രയുടെ വ്യക്തമായിട്ടുള്ള ചില വ്യക്തതയോടുകൂടെ ഒരു കപ്പൽ യാത്രയുടെ ചിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതൊരു ഭാവനയല്ല, യഥാർത്ഥമായി തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. 27-ാം അധ്യായത്തിൽ ലൂക്കോസ് വ്യക്തതയോടുകൂടെ പൗലോസിന്റെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ പച്ചയായ അനുഭവങ്ങൾ, അതായത് ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന ഓരോ കഷ്ടങ്ങളും അതിനെയെല്ലാം ധൈര്യത്തോട് ചാടിക്കടന്ന് ജയത്തോടെ നീങ്ങുന്ന ധൈര്യശാലിയായ, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം, ദൈവത്തിലുള്ള ആഴമായ പ്രത്യാശ ഒരു ദൈവഭക്തൻ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് വ്യക്തതയോടുകൂടെ പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തികളിലൂടെ ലൂക്കോസ് എന്ന ദൈവഭക്തൻ നമുക്ക് വേണ്ടി വ്യക്തതയോടുകൂടെ ആത്മാവിനാൽ എഴുതി നൽകിയിരിക്കുകയാണ്. ആ കപ്പലേത്രയുടെ ചിത്രം നമ്മൾ വീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കപ്പലേത്രയുടെ സംഭവത്തെ നമ്മൾ അതിൽ കാണുമ്പോൾ വളരെ അത്ഭുതം തോന്നാറുണ്ട്. ഈ 27-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്ന ഈ കപ്പലിനകത്ത് യാത്ര ചെയ്യുന്ന, അതായത് യേശു ഹൃദയത്തിൽ ഇല്ലാത്തവരുടെ മറുപടിയാണ് 20-ാമത്തെ വാക്യം. ഈ അപ്പോസ്തലപ്രവൃത്തി 27-ന്റെ 22-ാം വാക്യത്തിൽ യേശു ഒരുവന്റെ ഉള്ളിലുണ്ടായിരിക്കുകയും ആ യേശുവിലുള്ള, ക്രിസ്തുവിലുള്ള ആഴമായ പ്രത്യാശയുള്ള ഒരു ഭക്തന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കും യേശു ഹൃദയത്തിൽ ഇല്ലാത്തവരുടെ വായിൽ നിന്നും പുറപ്പെടുന്ന രണ്ട് ശബ്ദങ്ങളാണ് ഈ അപ്പോസ്തലപ്രവൃത്തി 27-ലും അധ്യായത്തിൽ 20-ലും 22-ലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരേ കപ്പലിൽ യാത്ര ചെയ്യുന്ന രണ്ട് ചിന്താഗതിയുള്ള രണ്ട് കൂട്ടർ. ഒന്നാമത്തെ കൂട്ടർ
യേശു ഹൃദയത്തിലുള്ള വിശ്വാസ ജീവിതത്തിൽ മാത്രം അടിയുറച്ച് പ്രത്യാശയോടെ മുന്നോട്ട് പോകുന്ന ഒരു ശബ്ദം. 2, യേശു ഹൃദയത്തിലില്ല. ജീവിതത്തിൽ ലോകത്തിലുള്ള വിഷയങ്ങൾ ആ യേശു ഹൃദയത്തിൽ ഇല്ലാത്ത പക്ഷത്തിലുള്ളവർക്ക് ആഞ്ഞടിക്കുമ്പോൾ അവരെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് നിലവിളിക്കുന്ന മറ്റൊരു കൂട്ടർ. അപ്പൊ നമുക്കിതിൽ കാണാൻ കഴിയുന്നത് ഒരേ കപ്പലിൽ 2 ചിന്താഗതിയിലും ഒരേ കപ്പലിൽ 2 വ്യത്യസ്ത വിശ്വാസത്തിന്റെ ജീവിത ശൈലിയുമുള്ള 2 കൂട്ടർ ഒരേ കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. മറ്റൊരു കൂട്ടരെ കൂടെ നമുക്കിതിൽ കാണാൻ കഴിയും. 2 പക്ഷമാണെങ്കിലും 3 ചിന്താ രീതിയിലുള്ളവർ ഈ കപ്പലിനകത്തുണ്ട്. 1, ദൈവശബ്ദം കേട്ട് പ്രത്യാശയോടെ വിശ്വാസ ജീവിതം നയിക്കുന്ന പൗലോസ്. ഈ കപ്പൽ ഒരു തുറമുഖത്തു നിന്നും പുറപ്പെടാൻ സമയത്ത് ദൈവത്തിൽ നിന്നും കേട്ട ദൈവിക ദൂത് ഈ കപ്പലിനകത്തുണ്ടായിരുന്ന പട്ടാള അധികാരിയോട് പൗലോസ് കൈമാറുകയാണ്. ശീതകാലം കഴിക്കാൻ നന്നല്ല എന്നൊരു ദൈവശബ്ദം സ്വർഗത്തിൽ നിന്നും എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് ഇപ്പോൾ യാത്ര ചെയ്യണ്ട, ദൈവം എന്നോട് സംസാരിച്ചു എന്നുള്ള ദൈവശബ്ദം കേൾപ്പിച്ചപ്പോൾ ദൈവശബ്ദം വിശ്വസിക്കാതെ അത് അവിശ്വസിച്ച് തള്ളിക്കളഞ്ഞ ഒരു കൂട്ടരെ ഈ കപ്പലിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ദൈവശബ്ദം കേട്ടതിനെ തിരസ്കരിച്ച് അവിശ്വസിച്ചുകൊണ്ട് മനുഷ്യന്റെ വാക്ക് കേട്ട് കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൂട്ടർ ഈ കപ്പലിനകത്തുണ്ട്. 2ാമത്തെ കൂട്ടർ യേശുവിൽ വിശ്വാസമില്ല. പ്രകൃതിയിൽ നിന്നും ഭൂമിയിൽ നിന്നും ഉണ്ടാകുന്ന ഏതൊരു പ്രതികൂലം കണ്ട് രക്ഷപ്പെടില്ല, ഇനി മരണം മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അങ്ങനെയുള്ള ചിന്താഗതിയുള്ള മറ്റൊരു കൂട്ടരെ ഈ കപ്പലിനകത്ത് കാണാൻ കഴിയും. 3ാമത്തെ ഒരു കൂട്ടരാണ് ദൈവം എന്തു പറയുന്നു, ക്രിസ്തു ഹൃദയത്തിലുള്ളവൻ. ദൈവം എന്തു പറയുന്നു, ദൈവാത്മാവ് എന്തു പറയുന്നു, അതുപോലെ അനുസരിച്ച് മുന്നോട്ട് പോവുകയും വിശ്വാസ ജീവിതം മുറുകെ പിടിച്ച് പ്രത്യാശയോടെ ജീവിതത്തിൽ മരണമാണ് മുന്നിൽ വന്നാലും വാഗ്ദത്തം ചെയ്ത ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. ആമേൻ. മരണം മുന്നിൽ വരുമ്പോഴും വാഗ്ദത്തത്തിന്റെ വാക്കു പറഞ്ഞ് പ്രത്യാശയോടെ മുന്നോട്ട് പോകുന്ന മറ്റൊരു കൂട്ടരും ഈ കപ്പലിനകത്തുണ്ട്. അതായത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ഭൂമിയിൽ നമ്മൾ സഞ്ചരിക്കുന്നത് ഈ ഭൂമി എന്ന് പറയുന്ന ഒരു കപ്പലാണ്. ഇതിനകത്ത് ഈ 3 ചിന്താഗതിയിലുള്ള 3 സ്വഭാവ രീതികൾ, അതായത് 3 ചിന്താഗതിയിലുള്ള വിശ്വാസത്തിന്റെ 3 കൂട്ടരെ ഈ ഭൂമി എന്ന കപ്പലിൽ നമുക്ക് കാണുവാൻ കഴിയും. 1ാമത്തെ കൂട്ടരുടെ ഹൃദയത്തിനകത്ത് യേശുവില്ല. അവരുടെ ജീവിതത്തിൽ എന്തു വിഷയം വന്നാലും അവർ ഉറപ്പിച്ചു പറയും, ഇനി ഒരു മുന്നോട്ടൊരു വഴിയില്ല, ഇവിടെ ഞങ്ങളുടെ ജീവിതം തകരാൻ പോവുകയാണ്. മറ്റൊരു കൂട്ടർ യേശു ഉണ്ട് എന്നറിയാം, പക്ഷേ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ദൈവശബ്ദം വിശ്വസിക്കാൻ മനസ്സില്ലാതെ ഒരു അവിശ്വാസിയെ പോലെ കേൾക്കുന്നതിനെ തള്ളിക്കളഞ്ഞിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതത്തിന്റെ യാത്രകളിൽ മുന്നോട്ട് പോകുന്ന മറ്റൊരു കൂട്ടർ. 3ാമത്തെ ഒരു കൂട്ടർ ദൈവം എന്തു പറയുന്നു അതുപോലെ വിശ്വസിച്ച് വിശ്വാസ ജീവിതത്തെ മുറുകെ പിടിച്ച് ഏതൊരു പ്രതികൂല കാറ്റുകൾ വന്നാലും പ്രത്യാശയോടുകൂടെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് പ്രത്യാശ വാക്കു പറയും, ഈ പ്രതികൂലം എന്നെ മുക്കിക്കളയില്ല, ഞാൻ വാഗ്ദത്തങ്ങളിലെത്തും. ഇങ്ങനെ ഒരേ കപ്പലിൽ 3 ചിന്താഗതിയുള്ള കൂട്ടരെ നമുക്ക് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ആയിരിക്കുന്ന ഈ ഭൂമിയിൽ
ഇതുപോലെ 3 വ്യത്യസ്ത ചിന്താഗതിയിലുള്ള അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതികൂലങ്ങളോ തിരമാലകളോ കാറ്റുകളോ എന്റെയോ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, അയ്യോ ഞങ്ങളിതാ നശിച്ചു പോവുകയാണ്, ഞങ്ങളുടെ വാഗ്ദത്തങ്ങളൊക്കെ എന്തുവാണ്, എവിടെയാ, എന്താണ് എന്ന് ചോദ്യം ചോദിക്കാതെ വാഗ്ദത്തം ചെയ്ത ദൈവം വാക്കുമാറാത്ത ദൈവമാണ് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കൊടുങ്കാറ്റോ തിരമാലകളോ നിന്റെ നേരെ ആഞ്ഞടിക്കുമ്പോൾ യേശു ഉള്ളിലുള്ളവൻ, ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവുള്ളവൻ, ദൈവശബ്ദം കേൾക്കുന്നവൻ, ദൈവം എന്തു പറയുന്നു അതുപോലെ വിശ്വസിച്ച് ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങൾ പതറിപ്പോകാതെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും വാക്കു പറഞ്ഞ് മുന്നോട്ട് പോകുന്നവന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ആ വ്യക്തിയെ ഒരു ശുഭ തുറമുഖത്ത് കൊണ്ടെത്തിക്കും. പക്ഷേ ഭൂമി എന്ന കപ്പലിനകത്ത് സഞ്ചരിക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന പ്രതീക്ഷിക്കാത്ത സമയത്ത് ആഞ്ഞടിക്കുന്ന തിരമാലകളും കാറ്റുകളും ആഞ്ഞടിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസ ജീവിതമോ ദൈവശബ്ദമോ കേൾക്കാത്ത ഒരു വ്യക്തി പറയും, രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം അറ്റുപോയി, ഇതാ ഇനി മരണം മാത്രമാണ് എന്ന് നിലവിളിക്കുന്ന ഒരു കൂട്ടരെ, മറ്റൊരു കൂട്ടരെ ഭൂമി എന്ന കപ്പലിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കൂട്ടരാണ് എന്ത് കേട്ടാലും ഒരിക്കലും ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ദൈവശബ്ദം അത് ദൈവമാണ് സംസാരിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത മറ്റൊരു കൂട്ടർ. ഇവിടെ ശ്രദ്ധിക്കണമേ, ഈ 3 ചിന്താഗതിയിലും 3 വിശ്വാസ ജീവിതത്തിലുമുള്ള 3 കൂട്ടരുടെയും ജീവിത യാത്ര എന്ന് പറയുന്നത് ഒരേ കപ്പലാണ്. അതാണ് ഇവിടെ വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഈ 3 കൂട്ടരും സഞ്ചരിക്കുന്ന ഒറ്റ കപ്പലിലാണ്. ഈ ഭൂമി എന്ന കപ്പലിനകത്ത് 3 ചിന്താരീതികൾ ഉള്ളവർ സഞ്ചരിക്കുന്നത് ഒരേ ഭൂമി എന്ന കപ്പലിനകത്താണ്. ഇതിനകത്ത് നീ ആയിരിക്കുമ്പോൾ ഒരു പക്ഷേ അവിശ്വാസമുള്ള വ്യക്തികളെ നമുക്ക് ഒരിക്കലും കറക്റ്റാക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കടന്നു വരാൻ ഒരു പക്ഷേ ചിലരെ നമുക്കൊരിക്കലും അവരെ നിർബന്ധത്താൽ ക്രിസ്തീയ വിശ്വാസത്തിൽ, യേശുവിലുള്ള വിശ്വാസത്തിൽ കൊണ്ടുവരാൻ കഴിയത്തില്ല. പക്ഷേ ഇതിനകത്താണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇവർ സഞ്ചരിക്കുന്ന കപ്പലെന്ന ഭൂമിയിൽ തന്നെയാണ് ദൈവത്തിൽ വിശ്വാസമുള്ള പ്രത്യാശയുള്ള ഒരു ദൈവഭക്തനും സഞ്ചരിക്കുന്നത്. പക്ഷെ അവരുടെ പ്രത്യേകത, ഏതു തിരമാലകളാഞ്ഞടിച്ചാലും, ഏത് കൊടുങ്കാറ്റുകളാഞ്ഞടിച്ചാലും, ഏത് പ്രതികൂല കാറ്റുകളാഞ്ഞടിച്ചാലും ഒരു ദൈവഭക്തന്റെ പ്രത്യാശ, ഈ പ്രതികൂലം എന്നെ മുക്കുകയില്ല, ഈ തിരമാല എന്നെ മുക്കിക്കളയുകയില്ല, ഈ കൊടുങ്കാറ്റ് എന്നെ നശിപ്പിക്കുകയില്ല. എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്ത ശുഭ തുറമുഖത്ത് ഞാൻ എത്തും, ഞാനൊരു കര കാണും, ആഴക്കടൽ മുങ്ങിപ്പോകുകയില്ല, ഞാൻ പ്രത്യാശയുടെ ശുഭ തുറമുഖത്ത് ഞാൻ എത്തിച്ചേരുമെന്ന് ക്രിസ്തു ഹൃദയത്തിലുള്ളവന്റെ പ്രത്യാശ വാക്കുകളാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിൽ ഭൂമി എന്ന കപ്പലിൽ ഞാനും നിങ്ങളും ഈ 3 കൂട്ടരുടെ ചിന്താഗതിയുള്ള പ്രിയപ്പെട്ടവരോടാണ് നമ്മൾ ഒറ്റ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഏതൊരു പ്രതിസന്ധിയിലും ഞാനും നിങ്ങളും ഭയപ്പെട്ടു പോകേണ്ട, ധൈര്യത്തോടെ വിശ്വാസ കപ്പലിൽ നീ മുന്നോട്ട് പോകുക. ഈ 27-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ക്രിസ്തുവിൽ വിശ്വാസവും പ്രത്യാശയും ഇല്ലാത്ത ഒരു പക്ഷം വിളിക്കുകയാണ്. അവരെ മുന്നിൽ വന്ന പ്രതികൂല കാറ്റ് കണ്ടപ്പോൾ അവർ പറയുന്ന വാക്കിതാണ്, നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കുകയാൽ
ഞാൻ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. അപ്പോൾ എപ്പോഴും വല്ലാത്ത കൊടുങ്കാറ്റ് ഈ കപ്പലിൽ ആഞ്ഞടിക്കുന്നത് കൊണ്ട് ഇനി ജീവിതത്തിൽ രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം നമ്മുടെ ജീവിതത്തിൽ അറ്റുപോയിരിക്കുന്നു. ഇനി ഇതാ ആഴക്കടൽ നമ്മൾ മുങ്ങി മരിക്കാൻ പോവുകയാണ്. ഈ വാക്കു പറയുന്നത് ക്രിസ്തു ഹൃദയത്തിൽ ഇല്ലാത്ത വ്യക്തിയും ക്രിസ്തുവിലുള്ള വിശ്വാസവും പ്രത്യാശ ജീവിതവും ഇല്ലാത്ത വ്യക്തി മുന്നിൽ വരുന്ന പ്രതികൂല കാറ്റ് കാണുമ്പോൾ ഇപ്രകാരം ആശ അറ്റുപോയി. എന്തുകൊണ്ട്? രക്ഷപ്പെടാനുള്ള ആശ ഇനി മുന്നോട്ടില്ല, ഇനി ഒരു വഴി തുറക്കില്ല, ഇനി ഒരു വാതിൽ തുറക്കില്ല, ഇവിടെ നശിക്കുകയാണ് എന്നാണ് പ്രത്യാശയും വിശ്വാസവും ഇല്ലാത്ത ഒരു വ്യക്തി പറയുന്ന ശബ്ദം. പക്ഷേ പ്രത്യാശയും ക്രിസ്തുവിൽ വിശ്വാസമുള്ള ഒരു ദൈവഭക്തൻ പറയുന്ന ശബ്ദം, ആമേൻ, നമ്മൾ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. ആ ശബ്ദം ഇങ്ങനെയാണ്: എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെ പ്രാണനും ഹാനി വരികയില്ല. രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി നിലവിളിക്കുന്നവരോട് ക്രിസ്തുവിൽ വിശ്വാസമുള്ള പ്രത്യാശയുള്ള ഒരു ദൈവഭക്തൻ പറയുന്നു, നിങ്ങൾ ഇത് കണ്ട് ഭയപ്പെട്ട് നിലവിളിക്കരുത്. നമ്മൾ ഒരു കര കാണും, ഒരു ശുഭ തുറമുഖം നമ്മൾ കാണും. ഇവിടെ മുങ്ങിപ്പോകയില്ല, അതുകൊണ്ട് മരിച്ചു പോകും, രക്ഷപ്പെടില്ല, ആശ അറ്റുപോയി എന്ന് നിങ്ങളിങ്ങനെ നിലവിളിക്കാതെ ധൈര്യത്തോടെ ഇരിക്ക്. ഒരു ശുഭ തുറമുഖം നമ്മൾ കാണും. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വാസമുള്ളവന്റെ ജീവിതത്തിൽ ഏതൊരു തിരമാലകളോ കൊടുങ്കാറ്റുകളോ ആഞ്ഞടിച്ചാലും അവൻ ഉറപ്പുണ്ട്, ഞാനൊരു ശുഭ തുറമുഖം കാണും. ഈ പ്രതികൂല കാറ്റൻ കഴത്തിൽ മുക്കിക്കളയുകയില്ല. കണ്ടോ, പ്രത്യാശയുള്ളവൻ, ദൈവത്തിൽ പ്രത്യാശയും ദൈവിക വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങളെ കണ്ട് ആ വ്യക്തി ഭയപ്പെടുന്നില്ല. ആ വ്യക്തി വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് കേട്ട് ഹൃദയത്തിൽ ധൈര്യപ്പെടുകയും മറ്റുള്ള നിലവിളിക്കുന്നവരോട് പറയുന്നു, മരിക്കില്ല, ഈ പ്രതികൂലം മരണത്തിനല്ല, ഒരു ശുഭ തുറമുഖം നമുക്കുണ്ട്, നിങ്ങൾ ധൈര്യമായിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഏതൊരു തിരമാലകളോ കൊടുങ്കാറ്റുകളോ പ്രതികൂലങ്ങളോ ആഞ്ഞടിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വാസമുള്ള ഒരു ഭക്തന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന പ്രത്യാശ വാക്കാണ് പൗലോസ് പറയും, ധൈര്യത്തോടെ ഇരിപ്പിൻ, ഇതിനകത്തുള്ള ഒരു പ്രാണനും ഹാനി വരില്ല, നമ്മളൊരു തുറമുഖത്തിറങ്ങും. എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മ പറയുന്നു, ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ തിരമാലകളോ കണ്ട് നീ ഭയപ്പെടരുത്. നീ വിശ്വസിക്കുന്ന ക്രിസ്തുവിൽ ഉറച്ചു നിൽക്ക്. നിന്നിലുള്ള വാഗ്ദത്തങ്ങൾ സ്വർഗത്തിലെ ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന പ്രതികൂല കാറ്റുകളോ തിരമാലകളോ നിന്നെ മുക്കിക്കളയുകയില്ല. നീ എടുത്ത് വചനങ്ങളെ പ്രഖ്യാപിച്ച് വിശ്വാസത്തിന്റെ വാക്കുപറ, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ധൈര്യത്തോടെ ഇരിക്കും, ഞാനൊരു ശുഭ തുറമുഖത്തെത്തും, എൻ്റെ സ്വർഗത്തിലെ ഉടയവനായ ദൈവം എന്നെ ശുഭ തുറമുഖത്തെത്തിക്കുമെന്ന് നീ പ്രത്യാശയുടെ വാക്കുകൾ പ്രഖ്യാപിക്കുക. ആരോടോ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഏതൊക്കെ സാമ്പത്തിക മേഖലയുടെ കൊടുങ്കാറ്റ് കണ്ട് ഇനി രക്ഷപ്പെടുമെന്നുള്ള ആശയില്ല, ഇതാ ഞങ്ങൾ തകരുകയാണെന്ന് പറയുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ഹൃദയത്തിൽ യേശുണ്ടോ? യേശു നിന്നെ തകരാൻ അനുവദിക്കത്തില്ല. നിനക്കൊരു ശുഭ തുറമുഖം കാണാൻ കഴിയും. സകല വാതിലുകളും അടഞ്ഞു, ഇനി എനിക്കൊരു വാതിൽ തുറക്കത്തില്ല എന്ന്, ആമേ, രക്ഷപ്പെടാൻ ഇനി ഒരു പഴുതുമില്ലെന്ന് ആരെങ്കിലും വിചാരിച്ച് നിരാശപ്പെടുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിനക്ക് എത്ര വാതിലടഞ്ഞാലും നിന്റെ ഹൃദയത്തിൽ ക്രിസ്തുവുണ്ടോ? കർത്താവ് നിനക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറന്നു തരും. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇനി ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കത്തില്ല, സകല നന്മകളും നശിച്ചു, ഇനി ഒരു നന്മയോ സന്തോഷമോ എനിക്കോ എൻ്റെ കുടുംബത്തിൽ അനുഭവിക്കാൻ കഴിയത്തില്ല എന്ന് ആരെങ്കിലും തേങ്ങലടിച്ച് പ്രത്യാശയില്ലാത്ത വാക്ക്
ചിന്തിച്ച് നിരാശപ്പെടുന്നവരോട് പരിശുദ്ധാത്മ പറയും, നിനക്കൊരു ശുഭ തുറമുഖമുണ്ട്. നീ ക്രിസ്തുവിൽ ആഴമായി വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ നീ അടിയുറച്ച് പ്രത്യാശയോടെ നീ പറ, എനിക്കൊരു ശുഭ തുറമുഖം എൻ്റെ കർത്താവൻ എത്തിക്കും, ഞാൻ തകർന്നു പോകത്തില്ല എന്ന് നീ വിശ്വസിക്ക്. നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന സകല പ്രതികൂലങ്ങളും നിന്റെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ നമ്മൾ ഭാരപ്പെട്ടു പോകേണ്ട, ജീവിതത്തിൽ നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ട. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെ വാക്ക് നീ പ്രഖ്യാപിക്ക്. നിന്റെ മുന്നിൽ ആഞ്ഞടിക്കുന്ന പ്രതികൂലം നിന്നെ മുക്കിക്കളയുകയില്ല. നീ ഒരു ശുഭ തുറമുഖത്ത് എത്തിച്ചേരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ദൈവശബ്ദം കേട്ട ഈ ദൈവജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങൾ ആഞ്ഞടിക്കുന്ന എല്ലാ പ്രതികൂല കാറ്റുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. പ്രത്യാശ ഉറപ്പ് വരുത്തട്ടെ. ഇവരൊരു ശുഭ തുറമുഖത്തെത്തുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി നന്ദി. മനസ്സുകളെ ധൈര്യപ്പെടുത്തും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.